തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കടാതി വായനശാലയ്ക്ക് സമീപം 3.5 ഏക്കർ പാടശേഖരത്തിലെ ഉണങ്ങിയ പുല്ലിനും അടിക്കാടുകൾക്കും വൻ തീപിടുത്തം. ഞായറാഴ്ച 4:30 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കടാതി വായനശാലപ്പടിക്ക് സമീപമുള്ള പാടശേഖരത്തിലെ ഉണങ്ങിയ പുല്ലിനും അടിക്കാടിനും തീപിടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 കൃഷി ചെയ്യാതെ കിടന്നിരുന്ന 3.5 ഏക്കറോളം സ്ഥലത്തെ കാടിനും പുല്ലിനുമാണ് തീ പടർന്നത്. തീ പടർന്നതിനെ തുടർന്ന് പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചെങ്കിലും ദേശീയപാതയിൽ നിന്നും ഏറെ ഉള്ളിലായിട്ടാണ് പാടശേഖരം. അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്ക് പാടത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. പാടശേഖരത്ത് വലിയ രീതിയിൽ തീ പടരുന്നത് കണ്ട ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടത് വൻ ഗതാഗതക്കുരുക്കിന് കാരണമായി. കനത്ത പുകയും വാഹനങ്ങളുടെ തിരക്കും മൂലം ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികൾ മാലിന്യത്തിന് തീയിട്ടതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വേനൽ കടുത്തതോടെ അടിക്കാടുകൾക്ക് തീ പിടിക്കുന്നത് പതിവാകുന്നത് നാട്ടുകാരിൽ ആശങ്കയ്ക്ക് ഇടയാക്കി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.